ഹൗ ടു ബിക്കം എ ഗുഡ് ഫാദർ ഉണ്ടോ? ഇല്ല. ഏറ്റവും ആവശ്യമുള്ള കാര്യമാണോ? എന്തുകൊണ്ട്? സനാതന ധർമ്മം പ്രാക്ടീസ് ചെയ്യുന്ന പിന്നെ നമുക്കതറിയില്ല, കേൾവികളാണ്. ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് സമയത്താണ് പ്രത്യുൽപാദനം നടത്തേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഒക്കെ അതൊക്കെ മറ്റൊരു രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇന്ന് സാറേ ഞാൻ എന്ത് ചിന്തിച്ചു അപ്പോൾ അത് സംഭവിക്കും. വീട്ടിലിരുന്ന് കഴിക്കണം, റൂട്ടിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമല്ലോ, ഇങ്ങനെയുണ്ട്, സംഭവിക്കുന്നുണ്ട്, ഉള്ളതാണ്. അപ്പോൾ റിവേഴ്സ് ചെയ്യാൻ കഴിയും. റിവേഴ്സ് ചെയ്യണം. അത് അവരെ കൊണ്ട് തന്നെ തോട്ട്സ് പ്രോസസ്സിനെ മാറ്റിക്കണം. രാവിലെ 7 മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, 7:20 ചായ കുടിക്കുന്നു, 7:30 മണിക്ക് കുളിക്കുന്നു, 8 മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങുന്നു, 8:30 മണിക്ക് ഓഫീസിലെത്തുന്നു, ആൻഡ് 5 മണി വരെയുള്ള റുട്ടീൻസ് ഒരേ ലൈൻ വരച്ച് വെച്ച് പോവാണ്. എത്ര ദിവസം നിൽക്കും? കാലൊടിഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്നു. എവിടെയാണ് വേദനിക്കുന്നത്? കാലൊടിഞ്ഞ സ്ഥലത്ത്. എവിടെയാണ് വേദന അനുഭവിക്കുന്നത്? ബ്രെയിനിലാണ്. ആണല്ലോ. അപ്പൊ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ബ്രെയിൻ. അപ്പൊ ഹാപ്പിനെസ്സും ഹാപ്പനിങ് ബ്രെയിനിലാണ്. അതെ. സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം ഒരു മെഡിക്കൽ കണ്ടീഷൻസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ നമുക്ക് ഈ ഒരു കാലൊടിയുന്നത് പോലെ, പനി വരുന്നത് പോലെ ഒരു മെഡിക്കൽ കണ്ടീഷനുകളാണ്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് എനിക്കിത് മാറുകയാണ്, എനിക്കിത് ഇല്ല എന്നുള്ള തോട്ട് കൊണ്ട് മാറുമോ? അയ്യോ, അങ്ങനെ ഇല്ല എന്നുള്ള തോട്ടല്ലത്. നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് കാലൊടിഞ്ഞു, അതിലേക്ക് തിരിച്ചു മെഡിക്കൽ കണ്ടീഷൻ അല്ലേ? അതെ അതെ. കാലൊടിഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്നു. എവിടെയാണ് വേദനിക്കുന്നത്? കാലൊടിഞ്ഞ സ്ഥലത്ത്. എവിടെയാണ് വേദന അനുഭവിക്കുന്നത്? ബ്രെയിനിലാണ്. ആണല്ലോ. അപ്പൊ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ബ്രെയിൻ. അപ്പൊ ഹാപ്പിനെസ്സും ഹാപ്പനിങ് ബ്രെയിനിലാണ്. അതായത് പെയിൻ എന്ന് പറഞ്ഞാൽ ഹോർമോണാണ് അല്ലേ? പെയിൻ നമ്മൾ അനുഭവിക്കുന്നത് ഹോർമോണിൻ്റെ ഡിഫറൻസ് ആണ്. നമുക്ക് ഇപ്പോൾ ഹാപ്പിനെസ് അനുഭവിക്കുന്നത് സെറിട്ടോൺ, ഓക്സിറ്റോക്സിൻ, ഇതുപോലുള്ള ഹാപ്പിനെസ് ഹോർമോൺസ് ഒരു 5 ഉണ്ട്. ഈ ഹാപ്പിനെസ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സന്തോഷം അനുഭവിക്കുന്നത്. സ്ട്രെസ് ഹോർമോണാണ് നമ്മളെ എന്താ പറയുക, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണ്. അതിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഹോർമോൺസ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതെല്ലാം ഹോർമോൺ. അപ്പോൾ ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ബ്രെയിനിൽ കോർട്ടിസോൾ ഉണ്ട് എന്നല്ലേ? അപ്പോൾ കോർട്ടിസോളിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോർട്ടിസോളിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഹാപ്പിനെസ് ഹോർമോൺ കൂടണം അല്ലേ? ഹാപ്പിനെസ് ഹോർമോണുകൾ ഓക്സിറ്റോക്സിനും അല്ലെങ്കിൽ സെറിട്ടോണും ഡോപ്പമൈനും കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റത് കുറയുമല്ലോ, ഇഗ്നോർ ചെയ്തു. അപ്പം നമ്മൾ സ്ട്രെസ് ഉള്ളവരോട് പറയാനുള്ളത് വെച്ചാൽ, സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ബോഡി മുഴുവൻ കോർട്ടിസോൾ ഉണ്ടാകുന്നു. ഇത് അപകടം, ടോക്സിക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഓക്സിറ്റോക്സിനോ മറ്റേ സെറിട്ടോണോ ഡോപ്പമൈനോ ഉണ്ടാവുന്ന ആക്ഷനിലേക്ക് പോകണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എളുപ്പം പറയാം. ഇപ്പോൾ ഡോപ്പമൈൻ സന്തോഷ ഹോർമോണാണ്. അതായത് നമുക്കിഷ്ടപ്പെട്ട ഒരു സന്തോഷം അനുഭവിക്കുക, അപ്പോൾ ആ ഹോർമോൺ ഉണ്ടാകും. ഇപ്പോൾ ഡോപ്പമിൻ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ഗ്രീനറി അല്ലെങ്കിൽ പുറത്ത് നടക്കുമ്പോൾ ഈ പ്രകൃതിയുമായി ചേരുമ്പോൾ കിട്ടുന്ന ഹോർമോണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സങ്കടമുണ്ടോ, നിങ്ങളൊന്ന് ഗ്രീനറിയിലൂടെ നടന്നു നോക്കുക, പാർക്കിലൂടെ നടന്നു നോക്കുക. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ കുറേ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതെന്ത് ചെയ്യണം? പാർക്കിലൂടെ നിന്ന് കുറേ റിലാക്സ് ആവും. പക്ഷെ പെട്ടെന്ന് റിലാക്സ് ആവില്ല എന്ന് വെച്ചാൽ അത്രയും കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ. ഇത് റിഡ്യൂസ് ചെയ്ത് വരണം. ഒറ്റയടിക്ക് ഡോപ്പമൈൻ കോർട്ടിസോൾ ബേൺ ചെയ്ത് പോവില്ല, കാരണം ബോഡി മുഴുവനാണല്ലോ. അപ്പോൾ ഇത് ഓരോന്നും സ്ലോലി പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ ചെയ്യണം. ഇത് കറക്റ്റ് തെറാപ്പി തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ മെഡിക്കൽ ടൈം, ഇതെല്ലാം മെഡിക്കൽ ടൈം തന്നെയാണ്. മെഡിക്കലിൽ ആകെ വിഷയം എന്ന് വെച്ചാൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു ടേം അവർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മൈൻഡിനെ പറ്റി പറയുന്നു, അവർ ബ്രെയിനിനെ പറ്റി പറയുന്നു. രണ്ടും മെഡിക്കൽ ടെർമിനോളജിയിൽ മൈൻഡ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആർക്കും. പക്ഷെ മൈൻഡ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദെയർ. ബട്ട് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞത് ബ്രെയിനാണ്. നമ്മളും പറയുന്നു ഓക്കെ ബ്രെയിൻ തന്നെയാണ്, ബ്രെയിനെയാണ് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞത്. അതിന് പേര് ഉപയോഗിക്കുന്നു മൈൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു സങ്കല്പം ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രെയിനിന് പറയാം ഓക്കെ ടേക്ക് ഇറ്റ് ആസ് എ ബ്രെയിൻ. ഈ ബ്രെയിനിനെ തന്നെ പ്രോഗ്രാം ചെയ്താൽ മതി. ഇപ്പോൾ കോർട്ടിസോൾ ഉണ്ടാവുന്ന സങ്കടം, ഞാൻ സങ്കടമുള്ള കാര്യം ചെയ്യാതിരിക്കുക, സങ്കടത്തിന് കാര്യം തോട്ട്സ് ഇല്ലാതിരിക്കുക, തോട്ട്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്കൽ ഉണ്ടല്ലോ, ഒരുപാട് തെറാപ്പികളുണ്ട്. ആ തെറാപ്പികളിൽ കടന്നുപോയി ഇതിന് മാറ്റുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ നേരത്തെ വിഷയം, എനിക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വീണ്ടും സ്ട്രെസ്സിൻ്റെ കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊന്ന് മാറ്റിയാൽ മാത്രം മതി.
കറക്റ്റാണ്, സംഭവിച്ച ക്ലിയർ ആയിട്ട് അവിടെ നടക്കും. പക്ഷെ ചിലരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജോലിപരമായിട്ട് വളരെ, ഇപ്പോൾ ഒരു ഡോക്ടറാണ്, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണെന്ന് വെക്കാം. അപ്പോൾ കുറേ അധികം പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം. ഈ സിറ്റുവേഷനിലൂടെ പോകാൻ നിർബന്ധിതനാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? അവിടെയും ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് അയാൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ തെറാപ്പികൾ ചെയ്യണം. സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്ത് അതെ, നമുക്ക് ഇപ്പൊ നോക്കൂ, സ്ട്രെസ്സൊക്കെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കാം. എനിക്ക് എൻ്റെ ജോലി ഒരു ദിവസം 10 കിലോമീറ്റർ ഓടുകയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി അല്ലേ? പക്ഷെ 10 കിലോമീറ്റർ ഓടുമ്പോൾ ഞാൻ ടയർഡാവും അല്ലേ? ഇനി ഹാബിറ്റ്സ് ആയാലും ശരി, ഞാൻ ചെയ്ത് ഹാബിറ്റ്സ് ആയി 10 കിലോമീറ്റർ യൂഷ്വലായി മാറി. പക്ഷെ എൻ്റെ ഇത് കുറയുന്നില്ലോ, കലറി ബേണിങ് കുറയുന്നില്ലല്ലോ, സെയിം നടക്കുമല്ലോ. പക്ഷെ ബാക്കിയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അതിനു വേണ്ടി ഞാനതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മറ്റേ ആക്ഷൻസ് കുറക്കും അല്ലേ? ഇതാണല്ലോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 10 മണിക്കൂർ 12 മണിക്കൂർ 15 മണിക്കൂർ OP ചെയ്യുന്ന ഡോക്ടർമാർ ബാക്കി വന്നിട്ട് എന്താ ചെയ്യുന്നത്? വീട്ടിൽ ചിലപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുമായിരിക്കാം. അല്ല, അപ്പോൾ നമ്മുടെയാണ് ഡിസിഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ബാലൻസ് ഉണ്ടാകണം നമ്മുടെ ലൈഫ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ്. എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് ലൈഫ് ഈസ് ഓൾവേസ് എ ഫ്ലക്ച്വേഷൻ, ഇസ് എൻ ഫ്രീക്വൻസി, ഇസ് എൻ എനർജി അല്ലേ? അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മളറിയാലോ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുമോ? ഇല്ല. നിങ്ങൾ ഒരു കാര്യം ഈസി ആയിട്ട് പറയാം. രാവിലെ 7 മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, 7:20 ചായ കുടിക്കുന്നു, 7:30 മണിക്ക് കുളിക്കുന്നു, 8 മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങുന്നു, 8:30 മണിക്ക് ഓഫീസിലെത്തുന്നു, ആൻഡ് 5 മണി വരെയുള്ള റുട്ടീൻസ് ഒരേ ലൈൻ വരച്ച് വെച്ച് പോവാണ്. എത്ര ദിവസം നിൽക്കും? ബോറടിച്ച് മരിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ദിവസം 7 മണിക്ക് എഴുന്നേറ്റു, ഒരു 6:55 എഴുന്നേറ്റു, അല്ലെ അങ്ങനെ എഴുന്നേക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ലൈഫിൽ. പക്ഷെ ലൈഫിൽ ഫ്ലക്ച്വേഷൻസ് എന്തുണ്ടായാലും അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ട് ഇല്ലേ? നമ്മളൊരു DC വരയ്ക്കുമ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇടയിൽ അവ്യക്തമായി കിടക്കും. ഈ ലൈനിലൂടെ ആർക്കാണോ സഞ്ചരിക്കാൻ പറ്റുന്നത്, ലൈഫ് ഇസ് സെക്ച്വൽ. അതായത് അപ്പ് പോയി അവനറിയാം താഴോട്ട് വരുമെന്ന്, താഴോട്ട് പോയി അവനറിയാം അപ്പ് വരുമെന്ന് അല്ലേ? അവിടെ നിന്നോടുക. നമ്മൾ ഈ താഴോട്ട് പോകുമ്പോൾ അതിന് കൂടെ താഴോട്ട് പോകും, എന്നിട്ട് മുകളിലോട്ട് വരുന്ന സമയം അയ്യോ ഞാൻ മുകളിലോട്ട് പോകണം അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ മേളിലേക്ക് പോകുമ്പോൾ ദൈവമേ ഒരു താഴേക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരു ഭയമാണ്. അതാണ് അടുത്ത ഏറ്റവും വലിയ വിഷയം അല്ലേ? ഓരോ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് അല്ലേ? കേട്ടതല്ലേ നേരത്തെ പറഞ്ഞ പോലെ പണം കഴിക്കുന്ന മരമില്ല എന്ന് പറഞ്ഞാലേ, ഓരോ കയറ്റത്തിൻ്റെ ഇറക്കമുണ്ടെന്ന് എന്താ നിയമം? ആ കയറ്റം തന്നെ അവിടെ നിന്ന് അടുത്ത ലൈൻ പോയിക്കൂടെ സ്ട്രെയിറ്റ്? ഇപ്പോൾ ഒരു അപ്പ് പോയി താഴോട്ട് വരുന്നത്, ഞാനിങ്ങനെ ഇപ്പം ലൈഫിനെ പറ്റി പറഞ്ഞത്, ഈ അപ്പ് പോയി ഇതെന്തിനാ താഴോട്ട് പോകുന്നത്? അതേ ലൈനിൽ പോയിക്കൂടെ? അവിടെ നിന്ന് പോവല്ലോ. ആ ഓപ്ഷൻ നമ്മൾ എടുക്കുന്നില്ല എന്നല്ലോ. ഇപ്പോൾ ലൈഫ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ലൈൻ ഉണ്ട്, ഒരു ലൈഫിനെ പറ്റി നമ്മൾ വരക്കാണ്. ഇപ്പോൾ ലൈഫ് 1 2 3 4 ലൈൻ. ഇപ്പോൾ ഒരു ചാലഞ്ചാണ്, ശമ്പളം 50,000 ഒരു ലൈൻ. ഇതെല്ലാം ലൈഫിൻ്റെ ഓരോ ലെയർസുകളാണ്. നമ്മൾ 14 ലോകങ്ങളെ പറ്റി കേട്ടില്ലേ? ഇതെല്ലാം ഇതിൻ്റെ ലോകങ്ങളാണ്. പക്ഷെ നമ്മളത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എവറിതിങ് ഈസ് പോസിബിൾ. എവറിതിങ് ഈസ് പോസിബിൾ. ഒന്നിനെ പറ്റി ഇപ്പോൾ നമ്മൾ മാർസിലേക്ക് പോകുന്നു, ഇതെല്ലാം പോസിബിൾ ആകുന്ന മൈൻഡിൻ്റെ വർക്കാണ്, ബ്രെയിനിൻ്റെ വർക്കാണ്. 86 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനിനകത്തുള്ളത്. ഈ അണ്ടകടാഹം മുഴുവൻ ഇവിടെ ഉണ്ട്. ഇത്രയാണ് അണ്ടകടാഹത്തിന് ടോട്ടൽ വ്യാപ്തി എന്ന് പറയുന്നത്. 86 ബില്യൺ കിലോമീറ്ററാണ് മൊത്തത്തിൽ. ഇത് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റും. ഇതിന് എത്ര ഉപയോഗിക്കും നമ്മൾ? ഇവിടെ എത്രയേ ഉള്ളൂ, ഒറ്റ പോയിൻ്റേ ഉള്ളൂ. നമ്മുടെ എല്ലാ സങ്കടങ്ങളുടെയും കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ പരിഹരിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയണം. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്, അല്ലെ, മനുഷ്യൻ്റെ എല്ലാ ജീവജാലങ്ങളെയും റീപ്രൊഡക്ഷൻ അല്ലേ? ഇതൊരു അടിസ്ഥാന തത്വമാണല്ലോ. നമ്മൾ ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? ഒരുപാട്. എവിടെയെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ ഹൗ ടു ബിക്കം എ ഗുഡ് മദർ, ഹൗ ടു ബിക്കം എ ഗുഡ് ഫാദർ? ഉണ്ടോ? ഇല്ല. ഏറ്റവും ആവശ്യമുള്ള കാര്യമാണോ? എന്തുകൊണ്ട്? അടുത്തൊരു തലമുറയെ തന്നെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണല്ലോ. ഒരു ഗുഡ് പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സനാതന ധർമ്മം പ്രാക്ടീസ് ചെയ്യുന്ന പിന്നെ നമുക്കതറിയില്ല, കേട്ടുകേളുകളാണ്.
ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് സമയത്താണ് പ്രത്യുൽപാദനം നടത്തേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഒക്കെ അതൊക്കെ മറ്റൊരു രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇന്ന് ഒരു ഉദാഹരണം ചെയ്യാം. കല്യാണ രാത്രി ഫസ്റ്റ് അത് സാധാരണ ഞാൻ അതിനൊരു കോൺട്രവേഴ്സിക്ക് പറയല്ല, റീപ്രൊഡക്ഷൻ ഏർപ്പെടുമ്പോൾ എത്ര പേര് ഫുൾ കോൺഷ്യസ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചിട്ട് പരസ്പരം പെടുന്ന എത്ര പേരുണ്ട്? അതിലുണ്ടാകുന്ന കുട്ടികളായിരിക്കില്ലേ? അതിൽ ഓട്ടോമാറ്റിക് ആ ഒരു ന്യൂറോൺസ് അതിനകത്ത് ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിന് മോശം, ഇത് ഇത്ര പോലും നമ്മൾ അവയർനെസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഹൗ ടു ബിക്കം എ ഗുഡ് മദർ, ഹൗ ടു ബിക്കം എ ഗുഡ് ഫാദർ, ഹൗ ടു ബിക്കം എ ഗുഡ് പാരൻറ്റ് ആൻഡ് ഹൗ ടു ബിക്കം എ ഗുഡ് സൺ അല്ലെങ്കിൽ ഡോട്ടർ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര രസമാണ്. ഇത് ശരിയാക്കി എടുത്താൽ മതി ആൾക്കാർ. അതെ. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എനിക്കൊന്ന് വീഡിയോ എടുക്കുന്നതിന് മുൻപ് സംസാരിക്കുമായിരുന്നു. ഈ ഹാപ്പിനെസ് വളരെ ഹാപ്പി ആയിട്ട് പുറമേ കാണുന്ന മനുഷ്യരെല്ലാം ചിലപ്പോൾ വളരെ പേഴ്സണൽ സ്പേസുകളിൽ ഒരു സന്തോഷം ഇല്ലടോ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കില്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ആൾക്കാരായിരിക്കില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അല്ല എന്ന് തന്നെയാണ്. കാരണം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് വി എക്സ്പ്രസ്, ഇറ്റ്സ് ആൻ അനുഭവം. നമ്മളുടെ ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് അനുഭവിക്കുന്ന ഒരാൾക്ക് പിന്നെ ലോൺലിനെസ് ഉണ്ടാവാൻ ഒരു സ്പേസും ഇല്ല. മറ്റേതയാൾ അങ്ങനെ ആവണമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് അല്ല അത്. അതൊരു ജേണി. ഹാപ്പിനെസ് ഈസ് ഓൾവേസ് ജേണിയാണ്, ലൈഫ് ജേണി പോലെ തന്നെ ഹാപ്പിനെസ്. പക്ഷേ ഹാപ്പിനെസ് ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവർ പുറമേ ചിരിച്ചും കളിച്ചൊക്കെ ഉണ്ടാവും, അകമേ അല്ലല്ലോ എന്ന്. അവിടെയാണ് നമ്മുടെ കൃത്യമായ കോൺസെപ്റ്റ് വരുന്നത്. ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് യു സീ ഔട്ട് സൈഡ്, ഇറ്റ്സ് എൻ ഇന്നർ പീസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹാപ്പിനെസ് എന്ന വേർഡിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി അല്ലെങ്കിൽ സമാധാനം എന്നാണ് ഇതിൻ്റെ ശരിയാർത്ഥം. സമാധാനം എന്ന് പറയുന്നത് പുറത്ത് കാണുന്നൊരു സാധനമല്ല, അത് കാണാനും പറ്റില്ല നമുക്ക്. ഇപ്പം ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ മുഖം ചിരിക്കുന്ന മുഖം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും, അല്ലെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലായെന്ന് വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ ഒരു കാര്യത്തെ പറയാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്രത്തോളം എൻ്റെ അകത്ത് അതിനൊരു ക്ലാരിറ്റി ഉണ്ട് എന്നൊരു വിഷയം വരും. ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലാരിറ്റി നമ്മൾ വരുത്തുക, അത് ലൈഫിന് ഒരു ക്ലാരിറ്റി നമ്മൾ വരുത്തുക. അതാണ്. അത് ഏത് സിറ്റുവേഷനും ചേഞ്ച് ആവില്ല. അവർക്കിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ദാറ്റ്സ് മേക്ക് എനി ഡിഫറൻസ്. അവിടെ ആ സമയത്ത് ഏത് സ്റ്റേറ്റാണ് നിൽക്കുന്നത് ആ സ്റ്റേറ്റിൽ അവർ നിൽക്കും. അതാണ് ഹാപ്പിനെസ്. എക്സ്ട്രീമുകൾ ഇല്ല എന്നുള്ളത്. എക്സ്ട്രീം ഇല്ല. സി അങ്ങനെ പറഞ്ഞതിൻ്റെ അല്പം വെച്ചാൽ എക്സ്ട്രീം ഇല്ല എന്നതിനേക്കാൾ മറ്റു രൂപത്തിൽ പറയാം, നോ എക്സ്പെക്റ്റേഷൻ. ഒന്നിനോടും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒന്നിനോടും ഒരു ഡിറ്റാച്ച്ഡും ഇല്ല, ഒന്നിനോടും ഒരു അറ്റാച്ചും ഇല്ല. ഇറ്റ്സ് ആൻ എവറിത്തിങ് നോർമൽ. സാധാരണ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വസ്തി ഒക്കെയാണ്. എനി സ്റ്റേറ്റ്. എനിക്ക് ഫുഡ് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ് പറയുന്നത് എനിക്ക് രാവിലെ ചായ കിട്ടിയോ, ഐ എം ഓക്കെ. ചായ കിട്ടിയില്ലേ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയോ, ഓക്കെ. കിട്ടിയില്ലേ, നോ പ്രോബ്ലം. ചായ കിട്ടിയോ, ചോറ്, ഇതെല്ലാം എന്ന് വെച്ചാൽ വിശക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഐ ഡോണ്ട് പാനിക് വിത്ത് ദാറ്റ്. കിട്ടുമ്പോൾ കഴിക്കാം, കുറച്ച് കഴിയുമ്പോൾ കഴിക്കാം, സമയമുണ്ടല്ലോ, നമ്മൾ നടക്കുമല്ലോ എന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമ്മളെത്തും. ഇതാണ് ഹാപ്പി. ആ യാത്രയിലേക്കാണ് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നത്. കണ്ടീഷൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളതിന് പറയുന്ന വിറ്റ്നസ് മോഡ്, സാക്ഷിഭാവം എന്ന് പറയും. എന്ത് കണ്ടാലും ഞാൻ ഐ ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ദേർ, ഇറ്റ്സ് എ റിയാലിറ്റി, ബട്ട് ഐ ആം നോട്ട് ടു ദാറ്റ്. ഞാൻ അതല്ല, ഞാൻ ഇവിടെ ഉണ്ട്, അവിടെ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും എന്താ സംഭവിക്കും, നേരത്തെ പറഞ്ഞ കാര്യം, വീട്ടിലൊരാൾ മരിച്ചു, എൻ്റെ ജീവിതമേ തീർന്നു പോയി എന്ന് പറയുന്ന അവസ്ഥ. മരണം സത്യമാണ് അല്ലെ, ആർക്കും എടുക്കാൻ പറ്റിയില്ല. ഇന്നേ വരെ പ്രപഞ്ച സൃഷ്ടിയിൽ മാറ്റപ്പെടാത്ത 3 തത്വങ്ങളിലൊന്നാണ് മരണമെന്ന് പറയുന്നത്. ജനനവും മരണവും പിന്നെ ദൈവികതയും ആർക്കും മാറ്റാൻ പറ്റില്ല ഇല്ലേ. ജനനം സംഭവിക്കുക തന്നെ ചെയ്യും, മരണവും സംഭവിക്കും. ഇതിൻ്റെ ഇടയിൽ അതായത് നമ്മളുടെ ലൈഫ് എന്ന് വളരെ സിമ്പിളാണ്. ലൈഫ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി ആണ്.
ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു സീ ആണ് നമ്മുടെ ലൈഫ്. സീ മീൻസ് വാട്ട്? ചോയ്സ്. ഇറ്റ്സ് അവർ ഓൺ ചോയ്സ്. നമ്മൾ എങ്ങനെ ആരായിത്തീരണം, എന്തായിത്തീരണം നമ്മൾ ഡിസൈഡ് ചെയ്യണം, അതാവാൻ നമുക്ക് പറ്റുകയും ചെയ്യും. അതെ. അപ്പോൾ എനിക്ക് സന്തോഷിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒരാളോട് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ടിപ്പ് എന്തായിരിക്കും? സന്തോഷമാണ് വേണ്ടത്. എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് പറയുന്നവരോട് അത് തന്നെയാണ് എൻ്റെ ക്ലാസ്സിൽ വരുന്ന 90% ആൾക്കാരും. അവരോടൊന്നും പറഞ്ഞു കൊടുക്കാനില്ല, അനുഭവിച്ചോളൂ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ടു സേ ടു ഡു സംതിങ് ടു ഗെറ്റ് ഹാപ്പിനെസ്. നിങ്ങൾ ഇത് ചെയ്താൽ സന്തോഷവാനാവുന്ന ഒന്നും ഓപ്ഷൻ ഇല്ല. നിങ്ങൾ എന്തു ചെയ്യുന്നു അതിലെല്ലാം സന്തോഷമുണ്ട്, എല്ലാത്തിനും സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടുന്നതിൽ അവന് ഹാപ്പിനെസ് ഉണ്ട്, അല്ലേ? മരം വെട്ടുകാരൻ മരം വെട്ടുന്നതിന് ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ അവനതിനെ അക്സെപ്റ്റ് ചെയ്യണം. സോ ഹാപ്പിനെസ് ഈസ് നത്തിങ് ബട്ട് ഇസ് എൻ അക്സെപ്റ്റൻസ്. അപ്പം നമ്മൾ അതിനു വേണ്ടി കുറേ പ്രക്രിയകൾ, മെഡിറ്റേഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എവിടെയാണ് പ്രക്രിയ വെച്ചാൽ ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കൊരു സന്തോഷമില്ല എന്ന് പറയുന്നതിൻ്റെ ബേസ് പ്രോബ്ലം ഈ പറഞ്ഞതാണ് ഹോർമോൺസാണ്. കോർട്ടിസോൾ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ബ്രെയിൻസ് തോട്ട്സുകൾ, റിപ്പീറ്റഡ് തോട്ട്സുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആക്ച്വലി അയാൾക്ക് സന്തോഷമില്ലാത്ത അവസ്ഥ, ഓവർ തിങ്കിങ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും, ഓവർ തിങ്കിങ്ങിന് നമ്മൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് മെഡിറ്റേഷൻസിലൂടെ കടന്നു വന്ന് കാമായി മൈൻഡിനെ കാമാക്കി എടുത്ത് നിരന്തരമായി യോഗ മെഡിറ്റേഷൻസിലൂടെ കടന്നു വന്ന് അഫർമേഷൻ പ്രാക്ടീസുകൾ ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് ഹാപ്പിനെസ്സിന് കുറേ തെറാപ്പികളുണ്ട്. മൈൻഡിനെ മനസ്സിലാക്കുന്ന കുറേ, നിങ്ങൾ ഇന്നത് ചിന്തിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, ഇന്നാണ് മൈൻഡ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. നമ്മൾ മനസ്സിനെ ട്യൂൺ ചെയ്യുക. കീ ടു മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റ് എന്ന് നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡ്സിനെ ട്യൂൺ ചെയ്ത് വെക്കണം. എങ്ങോട്ടാണ്? ഇപ്പോൾ നമ്മൾ ഏത് റേഡിയോ സ്റ്റേഷനാണ് ട്യൂൺ ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുന്നതല്ലേ, നമ്പർസ്. അതേപോലെ മൈൻഡിന് ഏതിലേക്ക് വേണ്ട അതിലേക്ക് ട്യൂൺ ചെയ്യണം. ഫസ്റ്റ് തിങ്സ്. സെക്കൻഡ് തിങ്സ്, നമ്മുടെ മനസ്സ് നമ്മുടെ യജമാനനാവരുത്, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ യജമാനാണ്, അല്ലേ? അപ്പോഴല്ലേ നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സ് പോകണം. ഇപ്പം എന്താ, നമ്മുടെ മനസ്സ് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിൽ നിന്ന് മാറി നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സ് വരണം. അപ്പം മാസ്റ്റർ യുവർ മൈൻഡ്, ദെൻ മാസ്റ്റർ യുവർ ലൈഫ്. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിനെ മാസ്റ്റർ ആവുക. പിന്നെയാണ് നമ്മൾ സന്തോഷത്തിന് താക്കോലുകൾ കൊടുക്കുക. 5 താക്കോലുകളുണ്ട് സന്തോഷത്തിന്. ഈ 5 താക്കോലുകളെടുത്ത് തുറന്നാൽ സന്തോഷം റെഡിയാണ്. 5 താക്കോൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജേണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര. ഇത് കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോകുമ്പോൾ പിന്നെയാണ് ജേണി ടു സക്സസ്സിലേക്ക് പോകും. പിന്നെ അവൻ സക്സസ്സിലേക്കുള്ള യാത്ര. അങ്ങനെ 6 സ്റ്റെപ്പുകളാണ്. നമ്മൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, പടി 6 കടന്ന് അവിടെ ചെന്നാൽ ഒരാളെ കാണാം. അതാണ് നമ്മുടെ സിസ്റ്റം. 6 പടി വരെയേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറയാണ്ട് 6 പടി വരെ. ഞാൻ ഇതിനൊക്കെ ഡീപ്ലി സ്പിരിച്വാലിറ്റി നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്പിരിച്വൽ വശങ്ങളാണ് നമ്മുടെ സനാതന ധർമ്മ ബേസ് സ്പിരിച്വൽ വശങ്ങളാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്, ഭാരതീയ സംസ്കാരം. പടി 6 പടികൾ വരെ ഒരു ഗുരുവിന് യാത്രയുള്ളൂ. 6 പടി കഴിഞ്ഞ് പിന്നെ ഇൻഡ്യൂഷൻസ്, അവിടെ ഇപ്പം ശിവോഹം എന്ന് പറയുന്ന തത്വത്തിലേക്ക് നമ്മൾ ലയിക്കും. അപ്പോൾ ഇവിടെ ഈ 6 പടികളും ഞങ്ങൾക്ക് അടുത്ത് കൊണ്ടുപോകും ഒരാളുടെ. പക്ഷെ അവർ തയ്യാറായ മാത്രം മതി. ഇപ്പോൾ തയ്യാറായവർക്ക് എല്ലാവർക്കും വരാം, അവർക്ക് മാറ്റം 100%. ഇപ്പം എൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാം 100,000 ആൾക്കാരുടെ അഭിപ്രായം, അവരായിട്ട് പറയുന്ന അഭിപ്രായം. അതെ അതെ അതെ. കമന്റ് സെക്ഷനിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, സംതിങ് ഈസ് വർക്കിംഗ് എന്നുള്ളത്. സംതിങ് അല്ല, എനിക്കൊന്ന് വരുന്ന എല്ലാവർക്കും ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതുവരെ ദൈവാദിനം ഇതുവരെ ഒരു 13,000 14,000 ആൾക്കാരിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഒരു 1 or 2 ഫീഡ്ബാക്ക്, 1 or 2 ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് എങ്ങനെയല്ല, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതിൻ്റെ 2ാമത്തെ വരി അവർ തന്നെ പറയുന്നത്, എനിക്കിതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് സാർ ഇന്നേ വരെ ഈ പറഞ്ഞതിനകത്ത് സാറ് പറഞ്ഞു തന്നു, ഇപ്പം എൻ്റെ ലൈവ് ക്ലാസ്സുകളായാലും മറ്റും പങ്കെടുത്തായിട്ട് സാറ് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു തന്നും ഫലിച്ചില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. മരുന്ന് കൊടുക്കാം, കഴിച്ചാലേ. അതെ, എനിക്കത്രേ പറയാം. നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അതെല്ലാം അവരവരെ ഇതിലാണ്. പിന്നെ ഇത് ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ 60% നമ്മുടെ കൺട്രോൾ, 20% സൊസൈറ്റിയാണ്, അതായത് നമ്മുടെ സോഷ്യൽ എൻവയറമെൻ്റാണ്. 20% സംതിങ് ബിയോണ്ട് ദാറ്റ്. അത് നമുക്ക് ചേഞ്ചസ് ഇല്ല. നമുക്ക് പറയാം ദൈവികമെന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഭാവങ്ങളായിട്ട് മാറാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അതിനെ എടുക്കാം. നിങ്ങൾക്ക് ഒരു മതത്തിൽ മതവിശ്വാസം എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഐ ഡോണ്ട് ടച്ച് ദാറ്റ്.
അല്ലെങ്കിൽ പൂർവ്വജന്മെന്നോ മറ്റു ജന്മങ്ങളോ എനർജി എന്ത് വേണം പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ പരമ്പരാഗതം എന്ന് എളുപ്പത്തിൽ പറയാം. അച്ഛനും അമ്മയിലുണ്ടായത് നമ്മളിലേക്ക് പകർന്നു വന്നു. അപ്പം അതിന് നമുക്ക് ടച്ച് ചെയ്യണ്ട. ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവൻ്റെ ജീവിതം കേരളത്തിൻ്റെ സ്റ്റൈലിലേ പറ്റുള്ളൂ അല്ലേ. സോഷ്യൽ കൾച്ചർ അവിടെ ഇൻവോൾവ് ആണ്. പക്ഷെ ബാക്കി 60% ഉണ്ട്. ഒരാൾക്ക് ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും എൻ്റെ ലൈഫ് 100% കറക്റ്റാണെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവും. 100% ഉണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ ബോറാ, അങ്ങനെ പാടില്ല. അങ്ങനെ അടിച്ചാൽ രസം ഉണ്ടാവില്ല. അതൊട്ടും ഹാപ്പി അല്ലാത്തൊരു പരിപാടിയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതല്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉള്ളതിൽ പ്രശ്നങ്ങളെന്നല്ല. സി പോരാ, നിങ്ങൾ നമ്മൊരു ഉദാഹരണം എടുക്കാം. അലിബാബ അല്ലെ എന്താ പറയുക, അലാവുദ്ദീൻ അത്ഭുത വിളക്കും നമ്മൾ കേട്ട കഥയാണ്. അലാവുദ്ദീൻ വിചാരിക്കുന്നു എനിക്കിപ്പോൾ ഭക്ഷണം വേണം, മിനിറ്റിൽ ഭക്ഷണം റെഡി. ഇപ്പം എനിക്ക് ഉറങ്ങണം, കിടക്ക റെഡി. അല്ലേ, ഇതല്ലേ 100% ലൈഫ് സക്സസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ പോകും. കാരണം ചിന്തിക്കുമ്പോൾ സംഭവിച്ചോല്ലേ. അങ്ങനെയല്ലേ ആ കഥകൾ നമ്മൾ പണ്ട് കേട്ട കഥകളിൽ അല്ലേ. വിക്രമാദിത്യൻ വേതാളത്തിൻ്റെ കഥകൾ തന്നെ. വിക്രമാദിത്യൻ എന്ത് ചെയ്യുന്നത് അപ്പോഴേ വേതാളത് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ചിന്തിക്കാൻ പറ്റും. നമ്മൾ ചിന്തകൾ ബ്ലോക്ക്, ചിന്തിക്കുമ്പോൾ പേടിയാവും. പിന്നെ അയ്യോ സംഭവിച്ചോളൂ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇത് ഇൻഡ്യൂഷൻ പവർ എന്ന് പറയും. നമ്മൾ സാധാരണ ഇൻഡ്യൂഷൻ. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞാണ്, സാറേ ഞാൻ എന്ത് ചിന്തിച്ചോ അപ്പോൾ അത് സംഭവിക്കും. വീട്ടിലിരുന്ന് കഴിക്കണം, റൂട്ടിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമല്ലോ. ഇങ്ങനെയുണ്ട്, സംഭവിക്കുന്നുണ്ട്, ഉള്ളതാണ്. റിവേഴ്സ് ചെയ്യണം. അത് അവരെ കൊണ്ട് തന്നെ തോട്ട്സ് പ്രോസസ്സിനെ മാറ്റിക്കണം. ഞാൻ പറഞ്ഞില്ലേ 20% ഇത്തരം കാര്യങ്ങളൊക്കെ വരിക. ഈ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത്. അപ്പം അതിലേക്കൊന്നും നമ്മൾ പോകണമെന്നില്ല. അത്രയും ബാക്കി മതി. ബാക്കിയുള്ള ഹാപ്പിനെസ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഒരുപാട് മനുഷ്യരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒരുപാട് മനുഷ്യരെ സന്തോഷത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. എന്തായാലും ഇത്രയധികം സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.